പത്രോസ് യേശുവിനോട് പറയുകയാണ്, നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു, ഇപ്പം കർത്താവിന് പക്ഷേ പുള്ളിയെ വലിയ ഇഷ്ടമാണ്. കർത്താവ് പറഞ്ഞ സ്നേഹിക്കുന്ന കൊണ്ടല്ലേ, അങ്ങനെയാണ് എൻ്റെ ആടുകളെ മേയ്ക്കണം. ഹല്ലേലൂയ. ഞാനാണെ അന്നത്തോടെ ആ പേര് വിട്ടു. പക്ഷേ യേശു അങ്ങനല്ല. യേശു നമ്മളെ ആരെയും പോലെ അല്ലാത്തത് കൊണ്ട് കർത്താവിനെ നന്ദി കൊടുത്താട്ടെ. നമ്മൾ ആരെയും പോലല്ല യേശു. ഇതുപോലല്ലേ തുപ്പട്ടി ഇറങ്ങി വന്നപ്പോൾ പറയുകയാണ്, മലിനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കി, ഈ തുപ്പട്ടി എവിടുന്നാ വരുന്നേ? സ്വർഗത്തിൽ നിന്നാ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു സാധനത്തെ നോക്കിയിട്ട് പറയുകയാണ്, മലിനമോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ഷർട്ടും പാൻറ്റും ഒന്നും ഇട്ടായിരിക്കത്തില്ല എപ്പോഴും അഭിഷേകം ഇറങ്ങി വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫോർമാറ്റിലായിരിക്കത്തില്ല എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സെൻസിറ്റിവിറ്റി ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനാ ദൈവം പ്രവർത്തിക്കുന്നതെന്നാ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനല്ലാത്തത് എന്ത് കണ്ടാലും ഞാൻ കമന്റ് എഴുതും. ആ വ്യാപാരത്തിൽ നിന്ന് മാറട്ടെ. നമ്മളെ മാമൂലുകളല്ല നടത്തുന്നത്, നമ്മളെ ട്രഡീഷനുകളല്ല നടത്തുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം. ദൈവം പ്രവർത്തിക്കുന്നത് ഇന്നലെ കണ്ടവർ ഇന്നലെ അങ്ങനാണെന്ന് പറഞ്ഞാൽ ഇന്നലെ അങ്ങനെ പ്രവർത്തിച്ചതുപോലെ മാത്രമേ മേലാലും പ്രവർത്തിക്കൂ എന്ന് ദൈവം പറയത്തില്ല. അവൻ പുതിയത് ചെയ്യുന്ന കർത്താവല്ലേ.